ഇതൊരു തായ് ഡ്രാമയാണ്. ഇതിലുള്ള മെയിൻ ലീഡ് വന്നിട്ട് ഒരു പോലീസ് ഓഫീസറാണ്. അതുപോലെ സെക്കൻഡ് ലീഡ് വന്നിട്ട് ഒരു ക്രൈം സസ്പെക്റ്റാണ്. ഒരു സീരിയൽ കില്ലർ ഒരുപാട് ആൾക്കാരെ വളരെ ക്രൂരമായിട്ട് കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ പോലീസ് ഓഫീസേഴ്സ് ഇവനെയാണ് ക്രിമിനലായിട്ട് സസ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇവനെയും കൊണ്ട് ഈ മെയിൻ ലീഡ് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു വളരെ വികൃതമായിട്ടുള്ളൊരു ഡെഡ് ബോഡി കാണാൻ ഇടയാവുന്നുണ്ട് ഇവർ. ആ ഡെഡ് ബോഡി കാണുമ്പോൾ തന്നെ ഇവന് വളരെ സിവിയർ ആയിട്ടുള്ളൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. എന്തൊക്കെയോ ഓർമ്മകൾ ഇവൻ്റെ ഉള്ളിലേക്ക് വരികയും എന്തൊക്കെയോ പാറ്റേണൊക്കെ ഇവൻ്റെ മൈൻഡിലോട്ട് വരികയും അത് കാരണം അവന് വളരെ സിവിയർ ആയിട്ടുള്ളൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് ഓഫീസർ അവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് ആ ബോഡിയെ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്ഥലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്തും അവന് ആ പേടി ഒട്ടും തന്നെ വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ പോലീസർ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവന് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനൊക്കെ വരും. അവൻ വോമിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യാനുള്ള പിൽസൊക്കെ അവന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ അവൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട്. നീയല്ല ക്രിമിനലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ നിന്ന് ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാമോ എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ പാനിക് അറ്റാക്ക് ഒന്ന് കൺട്രോൾ ആവുകയും അവൻ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവർ ഒരുമിച്ചായിരിക്കും ഈ കേസ് തെളിയിക്കുന്നത്.